സോ ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഫിഫ മൊബൈലുമായിട്ടാണ്, നമ്മുടെ FC മൊബൈലുമായിട്ടാണ്. നമ്മൾ ഈ ഗെയിം ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ചെയ്ത ടൈമിൽ ഭയങ്കര റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ലൈവ് അതിനുശേഷം ഇത് ജസ്റ്റ് നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പാക്കി. പിന്നെ നോക്കുമ്പോൾ കുറേ പേര് വീണ്ടും ഇത് ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ലൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ഗെയിംസുകളൊക്കെ നല്ല ടൈറ്റ് ഷെഡ്യൂളായിട്ട് ലൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ലൈവ് ചെയ്യാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പം നമുക്ക് എന്താണ് നൈസായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. സോ അപ്പം എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ഷെയർ സബ് ഒക്കെ അടിക്കുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. കുറേ കാര്യങ്ങളും പറയാനൊക്കെ ഉണ്ട്. സോ അപ്പം വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കറണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ് നോക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സ്കോഡ് ഞാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് നമ്മുടെ ടീമായിട്ട് എടുത്തിരിക്കുന്നത്. അറിയാലോ, ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ സ്വന്തം ടീം. സോ അപ്പം അതാണ് കറണ്ട് സ്കോഡ്. കറണ്ട് OVR 96 ആണ്. ഭയങ്കര അടിപൊളി പ്ലെയേഴ്സ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഡീസൻറ്റ് പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട്ലി. ഈ സ്ട്രൈക്കിങ്ങിൽ വാട്കിൻസ് ആൻഡ് അതുപോലെ ലെഫ്റ്റ് വിങ് സാൻചോ, ലൂയിസ് ഫിഗോ റൈറ്റ് വിങ്, മാക്കലിസ്റ്റർ, ജിനോലയ്ക്ക് യഥാർത്ഥത്തിൽ ലെഫ്റ്റ് മിഡ് ആണ്. നമുക്കത് ക്യാമായിട്ട് കളിപ്പിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആളാണ്. ക്യാമായിട്ട് ഓൾറെഡി നമ്മളിൽ വേറെ ആൾക്കാരുണ്ട്, ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം ജിനോല നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കെവിൻ ഡിബ്രൂൺ 93 റേറ്റഡ് ടീം ഓഫ് ദ ഇയർ. കീപ്പർ യാഷിനാണ് വരുന്നത്. അതിൻ്റെ ഡിഫൻസിൽ അലക്സാണ്ടർ ട്രെൻഡ് ഓക്കെ, അലക്സാണ്ടർ ടെറന്റ് ആർണോൾഡ്, അതുപോലെ കിങ്, ഹമ്മൽസ് ആൻഡ് ഗ്രിമാൾഡോനെ FC24 കളിക്കുന്ന എല്ലാവർക്കും, മുന്നേ കളിക്കുന്നവർക്കും മേ ബി അറിയായിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് എന്താണ് ഗെയിമിലുള്ളതിൽ ഹെർണാണ്ടസ് ആണ് വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക്. റോബർട്ടോ കാർലോസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹെർണാണ്ടസ് ഈസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ദെൻ നമ്മുടെ ഗ്രിമാൾഡോ സൂപ്പർ. ഓക്കെ, നമ്മുടെ റിസർവ്സിനും ഓൾസോ ഒരുപാട് പ്ലേയേഴ്സുകളൊക്കെ ഉണ്ട്. ബെല്ലിംഗ്ഹാം 95 റേറ്റഡ് ആണ്. 95 റേറ്റഡ് ക്യാമൊക്കെ ഉണ്ട്, ബട്ട് കൊള്ളത്തില്ല. ണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല, ബോറായി, ജസ്റ്റ് ബേസിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കറന്റ് ജിനോലയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് നല്ല പ്ലെയർ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നമുക്ക് അതൊക്കെ മേടിക്കാം. സോ അതൊക്കെ റെഡിയാക്കാം. ആൻഡ് നമ്മുടെ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് സോൾഡ് ആയിട്ടുണ്ട്. യെസ്, നമ്മുടെ പെൽഗ്രിനി 95 റേറ്റഡ് പെൽഗ്രീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് പർച്ചേസ് ഇട്ടായിരുന്നു, ബട്ട് പർച്ചേസ് ആയില്ല. ഇത്രയും പേര് ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുവാണ്. ബട്ട് അവരൊന്നും ഇല്ല. നമ്മുടെ കറണ്ട് പ്ലെയേഴ്സ് ലൂയിസ് ഫുഗോയ്ക്കോ ഏകദേശം 44 കോടി സംതിങ്, 44 കോടിക്കാരിലൊക്കെ ഉണ്ടായിരുന്നു. അത് മാക്കലിസ്റ്റർ നല്ല പ്ലെയേഴ്സ്, നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. മാക്സിമം പെൽഗ്രീനി ഇപ്പം കറന്റ് കുറഞ്ഞ് റേറ്റഡ്, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പെൽഗ്രീനി നമുക്ക് ജിനോലയ്ക്ക് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ചെക്കനെ ഇറക്കാം. 95 റേറ്റഡ് ആണ്. നമുക്ക് എന്തായാലും ജിനോലയെ സബ്ബായിട്ട് വെച്ചേക്കണം. ബിക്കോസ് കുട്ടി റൊമേറോനെ നമുക്ക് മാറ്റാം. റൊമേറോ 94 റേറ്റഡ് ആണ്. 94 റേറ്റഡ് ഡിഫൻഡർ ആണ്, ബട്ട് വലിയ രസമൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഓക്കെ പ്ലെയർ, ഓക്കെ, അത്രേ ഉള്ളൂ. ഭയങ്കര പ്ലെയർ ഒന്നുമല്ല. യെസ്, നമുക്ക് ഇന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ UCLന്റെ ഒരു മാച്ച് കളിക്കണം. അപ്പോൾ നമ്മുടെ UCLന്റെ മാച്ച് എത്തിക്കഴിഞ്ഞു. യെസ്, ഇതാണ് നമ്മുടെ UCLന്റെ ഒരു ഇവന്റ് ആണ്. ഓക്കെ, മെയിൻ സെക്ഷനിൽ വരുമ്പോൾ നമുക്കിവിടെ 120 പ്രൊമോഷൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു 90 to 95 റേറ്റഡ് പ്ലെയറും വിത്ത് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ അത് കറന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇനിയും വേണം. നമുക്ക് ഓരോരോ വീക്കിലി അത് മാറിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് കളിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു മാച്ച് നമ്മൾ ഫുള്ള് കളിക്കും. അതുപോലെ ഒരു വേഴ്സസ് അറ്റാക്ക് നമ്മളിത് കളിക്കുന്നതാണ്. സോ അതാണ് ഇന്നത്തെ പരിപാടി. നമുക്കപ്പോൾ ഒരു ഒപ്പോണന്റിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒപ്പോണന്റ് ബാഴ്സലോണയാണ്. 5-2-1-2-4 5-man ഡിഫൻസ്. ഈ 5-man ഡിഫൻസ് ആണ് കളിക്കുന്നത്. നോക്കാം കേട്ടോ നമുക്ക്. ഇവൻ നമ്മുടെ വെള്ളം കുടിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഞാൻ ഒരു ഭയങ്കര പ്ലെയർ ഒന്നും അല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഐ ആം പ്രോ. മെക്കാലിസ്റ്റർ എടാ മോനെ, അവൻ ബാക്ക് കളിച്ചടാ. മെക്കാലിസ്റ്റർ
എടാ മോനെ ഫസ്റ്റ് ഷോട്ട് ക്രോസ് ബാർ തട്ടി തിരിച്ചു വന്നു. സെക്കൻഡ് ഷോട്ട് ഏതാ റേഞ്ച്, ഒന്നും പറയാനില്ല. പൊളി പൊളി പൊളി. നമുക്ക് എന്തായാലും 10ാം മിനിറ്റിൽ ലീഡ് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. ദിബ്രൂനെ നൈസായിട്ടൊരു ഇന്റർസെപ്ഷൻ. ലൂയിസ് ഫിഗോയുടെ ഒരു ക്രോസ്. എടാ ക്രോസ് വേസ്റ്റ് ആയിപ്പോയി. നമ്മൾ നല്ല രീതിക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എടാ നല്ലൊരു ഡയഗണൽ പോകും. നല്ലൊരു ത്രൂ ബോൾ കൊടുത്തു. നല്ല ബോളായിരുന്നു, ബട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ദിബ്രൂനെ വാട്ടായി ഡൂയിങ് മാനെ, നിന്നെ ഞാൻ പൊക്കി അടിച്ചു വെച്ചിരിക്കുക. എന്നിട്ടാണ് നീ ഇങ്ങനത്തെ കളി. എടാ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗോളിന്റെ ലീഡൊന്നും പറ്റത്തില്ല. എടാ മോനെ അവൻ കൈയൊക്കെ തരുന്നുണ്ട്. ഒതുക്കാൻ നോക്കുക. ഇല്ല, നടക്കൂല മോനെ. ഒരു സ്കൂപ്പ് ചെയ്താൽ കിട്ടു കൊടുത്തു. എടാ മോനെ നമ്മള് സാച്ചോ മാറ്റിയിട്ടുണ്ട്. പകരം ജിനോല. അവര് ഗോൾ കീപ്പറിനെ മാറ്റി. എടാ ഇജാതി പ്ലെയർ ഗോൾ കീപ്പറിനൊക്കെ ശബ്ദം ഇറക്കിയിരിക്കുന്നത്. അവര് പേടിച്ചു, നമ്മുടെ കളിയിൽ അവര് പേടിച്ചു. ജിനോല മോനെ, എടാ ഞാൻ നിന്നെ വിശ്വസിച്ചിറക്കിയതാ. എടാ മോനെ എന്നാ അത്, എന്തൊരു പൊളി സേവ. എടാ എല്ലാരും ഫ്രീയടാ. പോരാ. You should do better man. Oh nice. എടാ ഫൗള് കാണിക്കുന്നു. ക്വിക്ക് ഫ്രീ കിക്ക്. ഞാൻ ബംഗളൂരുവിനെ ഇൻസ്പയർഡ് ഫ്രം ബംഗളൂരു ബിരിയാണി FC. Oh my god, ഗ്രിമാൽഡോ ക്രോസ്, കട്ട് ബാക്ക് ക്രോസ്. എടാ കിട്ടിയില്ല. കറക്റ്റ് ക്രോസ്, കറക്റ്റ് ആയിട്ടൊരു കട്ട് ബാക്ക് ക്രോസ് കൊടുക്കാൻ നോക്കി, ബട്ട് കറക്റ്റ് കിട്ടിയില്ല. എടാ ഹമ്മൽ വാട്ടായിടും കിങ് ഡിഫെൻഡിങ്ങിന് കിങ്ങിനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മോനെ. ഒരു ഡിഫെൻഡിങ് കിങ് ആണ് കേട്ടോ. ജിനോല പെലിഗ്രിനി. എടാ ലൂയിസ് ഫിഗോ അറ്റാക്ക് വന്നിട്ടുണ്ട്. ജിനോല ബാക്ക് ടു ബോൾ. ഹാവർട്ടസിന്റെ സോളോ റൺ. കിങ് യു ക്യാൻ ഡു. ഹാവർട്ടസ് 87ാമത്തെ മിനിറ്റിലാണ്. ഒരു ചാൻസാണ്. ഗ്രിമാൾഡോ വാട്ട് ആർ യു ഡൂയിങ് മാൻ? എടാ അവൻ എന്ത് കാണിച്ച് സ്കില്ലിടാൻ പോയത് എന്തിനാ? 2-2 സമനില. നമ്മള് വെറുതെ കൊടുത്തത് 2 ഗോളിന്റെ ലീഡ് നേടിയിട്ട് അവര് 2 ഗോളിന്റെ ലീഡ് തിരിച്ചു പിടിച്ച് സമനില പിടിച്ചതാണ്. നമ്മൾ വെറുതെ അവർക്ക് കൈ കൊണ്ട് കൊടുത്ത മാച്ചാണ്. ലുക്ക് അറ്റ് ദ സ്റ്റാറ്റ്സ് മാൻ. നമ്മുടെ പാസിംഗ് ആക്യുറസി ഈസ് വെരി പുവർ. 77% പാസിംഗ് ആക്യുറസി. ഇതാണ് നമുക്ക് പോകാനായിട്ടുള്ള, നമ്മുടെ മാച്ച് ഡ്രോ ആയി പോകാനുള്ളൊരു മെയിൻ തിങ്. ഓക്കെ, പാസിംഗ് ആക്യുറസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 2 ഗോൾ വാട്കിൻസ് നേടി. ദാറ്റ്സ് ഗുഡ്. ആൻഡ് പെലിഗ്രിനി എനിക്ക് തോന്നുന്നു നല്ലൊരു അഡീഷൻ ആയിരുന്നു നമ്മുടെ ടീമിൽ ഇതുവരെ എനിക്ക് തോന്നുന്നുണ്ട്. എഗൈൻസ്റ്റ് ലിവർപൂൾ 3-4-3 ഡയമണ്ട് ഫോർമേഷനിലാട്ടോ അവര്. ഞാൻ ഡയമണ്ട് ഫോർമേഷൻ നമ്മളും കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് ഫോർമേഷൻ പെട്ടെന്ന് വേഴ്സസ് അറ്റാക്ക് എനിക്ക് എന്തായാലും വലിയ പിടിയില്ല. ഐ തിങ്ക് നോർമൽ കളിക്കുമ്പോൾ നല്ല പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ ആണ്. നമ്മുടെ ഡിഫൻസ് വിട്ടുകൊടുക്കത്തില്ലെന്ന് തോന്നുന്നു. അവര് ഓൾറെഡി സ്കോർ. ഡിബ്രൂനെ ഏടാ മോനെ എന്താ ഷോട്ട് അത്. പിന്നല്ല കാച്ചോ അടിയടാ മോനെ, അത്രേ ഉള്ളു. സിമ്പിൾ. ഗോൾ. ഡിബ്രൂനെ ലെഫ്റ്റ് വിങ്. അലക്സാണ്ടർ ആർണോൾഡ് സെയിം ടൈപ്പ് ഓഫ് ഗോൾ. മെക്കാലിസ്റ്ററിനെ വെച്ച് നമുക്കൊരു ലോങ് റേഞ്ച് പവർ ഷൂട്ട് എടുത്തു നോക്കാവേ. പോരാ. കളി പോയി. ഒരു ഡ്രോയും ഒരു ലോസ്. ഈ ഡ്രോ വെറുതെ നമ്മൾ ആദ്യം കൊടുത്ത, ബട്ട് ഇതും ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. നമ്മുടെ ടീം എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പം
എന്താണ് ഇന്നത്തെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫിഫ ഇൻട്രസ്റ്റഡ് ആയിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് വീഡിയോസുകളൊക്കെ ഉടൻ തന്നെ വരും. ഇച്ചിരി ഡിലേ ആയിട്ടുണ്ട്, അതിന് ഉടൻ തന്നെ വരുന്നതാണ്. സോ ഗൈസ്, അപ്പം മറ്റൊരു സമയത്ത് കിടക്കാച്ച വീഡിയോ വീണ്ടും കാണുന്നത്. ഇറ്റ്സ് മീ ഇറ്റ്സ് മീ യുവർ ഓൺ എഡ്യൂട്ട് signing off. Bye bye.